ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഓണത്തിന് ചിറ്റ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഷോർട്ട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു 2 പാർട്ട് 1ഉം പാർട്ട് 2ഉം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കൂ. അപ്പം ഞങ്ങൾ നൈറ്റ് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചേ. യൂട്ടിയും ധ്രുവും കൂടെ നല്ല കളിയായിരുന്നു കേട്ടോ. അവിടെ രാത്രിയാണെന്നുള്ളത് ചിന്തില്ല. അവിടെ കട്ടൊക്കെ വിരിച്ചുകൊണ്ട് സുഖമായിരുന്നു ഓടിക്കളിക്കാനൊക്കെ. നല്ല രസമായിരുന്നു. അവിടെ ഭയങ്കര കളിയായിരുന്നു. അപ്പോഴാണ് അൽഫാം മന്തി വാങ്ങിക്കാം എന്നുള്ള പ്ലാനായത്. അപ്പോൾ അൽഫാം മന്തിക്ക് എൻ്റെ ഹസ്ബൻഡും അനിയനും പിന്നെ ചിറ്റൻ്റെ മോള് അതുലേയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അവൾക്കാണ് അറിയണത് കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന്. ഞങ്ങളപ്പോൾ 10-18 പേരുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പോൾ 18 പേർക്ക് ഫുഡ് വീട്ടിലുണ്ടാക്കി പിടിച്ച് വരുമ്പോൾ സമയം പിടിക്കും. അപ്പോൾ രാത്രി ആയതുകൊണ്ട് അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇതാക്കുമ്പോൾ റൈസ് കൂടുതൽ കിട്ടും, സുഖമാണ്, എളുപ്പമാണ്, ഫുഡ് ഉണ്ടാക്കണ്ട, അതിന് മെനക്കെടണ്ട. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ ചായ കുടിക്കാൻ വിളിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അച്ഛൻ, അതാണ് ഇളയച്ചൻ, പിന്നെ ഇത് ചിറ്റ, അമ്മ, അച്ഛൻ, പിന്നെ ഇളയച്ചൻ, പിന്നെ ചിറ്റ, പിന്നെ അഭിരാമിയുടെ കൊച്ച്, പിന്നെ അഭിരാമിയുടെ ഹസ്ബൻഡ് അഭിജിത്ത്, പിന്നെ ശ്രീക്കുട്ടൻ, പിന്നെ ഊട്ടി, പിന്നെ ശ്രീക്കുട്ടി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാളു, പിന്നെ അതുല്യ ഉണ്ടായിരുന്നു കേട്ടോ. അതുല്യ നമ്മൾ അൽഫാം മന്തി വാങ്ങിക്കാൻ പോയിക്കുകയാണ് കേട്ടോ. മാളു നിനക്ക് മിഠായി കൊച്ചു വാ, 2 പിള്ളേർക്ക് കൊടുക്കാൻ പറഞ്ഞു. നീ പിള്ളേരല്ലോ കൊച്ചിന് കൊടുക്കാനുള്ളതാണ്. അതാവട്ടെ, കൊച്ചുകൂടാണ് ഇവർക്ക് 2 ഞാൻ കഴിക്കാൻ ഇപ്പോ കൂടെ മിഠായിയാണ്. അതിന്റെ മേമ അല്ല വെല്ലിമ്മയാണ് കഴിക്കണത്. അപ്പൊ വെല്ലിമ്മ കഴിച്ചോണ്ടിരിക്കുകയാണ്. പൊട്ടിക്കാൻ പോവാണ്. അപ്പൊ അതിനിടയിൽ ശ്രീക്കുട്ടി വന്നിട്ട് എടുക്കുന്നുണ്ട്. അന്ന് എനിക്കും വേണം. കളഞ്ഞു കഴിഞ്ഞു ഗൈസ്. അത് വേസ്റ്റ് ആയിപ്പോയി. എനിക്ക് തന്നിരിക്കുന്നു. കണ്ട അവള് പിച്ചക്കാരി ആയതുകൊണ്ട് പിച്ചി. അയ്യോ അതെ തന്നിരിക്കുന്നു ഗൈസ്. ഞാൻ വീഡിയോ എടുക്കണോണ്ട് അവളെ പൊക്കി പറയാൻ വേണ്ടി വീഡിയോ എന്റെ പൊന്നെ. അയ്യോ ദേ അടുത്ത ആൾ കൊടുക്കുന്നു. എന്ത് സ്നേഹം. മിഠായി തിന്നോണ്ട് ഒരാൾ വരുന്നുണ്ട്. ഇവിടെ എന്താ പണി? വള ഇട്ട് കൊടുക്കുന്നു. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഫുഡും ബീർ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കൂടുമ്പോൾ ബീറും ഫുഡൊക്കെ അടിച്ചു കൊടുത്ത് അത് കിട്ടാത്തോണ്ടാണ് ഇല്ലട്ടോ. അത് കിട്ടാത്തോണ്ടാണ്, ഓണായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉറപ്പായും വാങ്ങിക്കുന്നതാണ്. അത് നീ പറയില്ല, ഞങ്ങൾ ഉറപ്പായി വാങ്ങിക്കാറുള്ളതല്ലേ. ഓണം കടയിൽ തുറക്കണ്ടേ. അപ്പൊ നാളെ നമ്മൾ ഐസ്ക്രീം കഴിക്കും കേട്ടോ. ഉമ്മടുക്ക് പോയി അത് നോക്കലുണ്ട്. കണ്ണി കുത്തി കൊടുക്കല്. ഹലോ, മഴയാണ് ഗൈസ്. ഫുഡ് വന്നതുകൊണ്ട് എല്ലാവരും ഓടുകയാണ്. വിശപ്പ് വന്നപ്പോൾ എല്ലാവരും
ഫുഡ് നോക്കാൻ പോയിക്കാണ്. ഫുഡ് വന്നിരിക്കുകയാണ്. ചെല്ലടി ഞാൻ വീഡിയോ മുഖം മറിച്ച് പോണതാണ് എൻ്റെ അനിയൻ കേട്ടോ. എൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്, പക്ഷേ എൻ്റെ അനിയനാണല്ലോ. അയ്യോ മോൻ കാണിക്കാത്ത ആള്. നമ്മുടെ അഭിരാമി അടിച്ചു വരികയാണ് ഗൈസ്. ഉറക്കം വരട്. അതാണ് കേട്ടോ നമ്മൾ അതുല്യ. ശിവകാമി ഗണപതിക്കാദ്യം നമുക്ക് വേണ്ട. ശരി, സീക്കുട്ടിന് ബീഫ് ഉണ്ടാവും കിട്ടിക്കില്ല. സീക്കൂടെ ബീഫ് മാത്രമേ കഴിക്കുള്ളൂ, ബീഫ് ബിരിയാണി. അതുകൊണ്ട് ചിക്കൻ കഴിക്കില്ല, ബീഫും മുട്ടയും മാത്രമേ കഴിക്കുള്ളൂ. കോഴി മുട്ട കഴിക്കും. ആ മീനിന്റെ മുട്ട ഇറക്കം തിന്നും. ബൊഫെ പോലെ ആയിപ്പോയല്ലേ. ഇത് ബിരിയാണി ഞാൻ കഴിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അൽഫാം മന്തി? അഭിരാമി എങ്ങനെ ഉണ്ടായിരുന്നു? അതില്ല എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. ഏട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു മന്തി? ശ്രീകുടാ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇടയ്ക്ക് എടുക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോടത്ത് അച്ഛൻ കിടന്നു, ഓരോടത്ത് അച്ചുട്ടൻ, ബാക്കി ഓരോടത്ത് ആരെങ്കിലും ഒരാൾക്ക് എടുക്കണം. ആര്യ എങ്ങനെ ഉണ്ടായിരുന്നു മന്തി? റൈസ് മന്തി സൂപ്പർ. അയ്യോ മന്തി അല്ലല്ലേ, ബിരിയാണി ആയിരുന്നു. എങ്ങനെയാണ് അബി എങ്ങനെ ഉണ്ടായിരുന്നു മന്തി? അച്ഛ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇവിടെ എടുക്കേണ്ട തർക്കമാണ് ഗൈസ്, ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തർക്കമാണ്. എനിക്ക് കിടക്കാനുള്ള സ്ഥലം ഇവിടെയാണ്. ഏലേശ എങ്ങനെ ഉണ്ടായിരുന്നു മന്തി റൈസ്? ചിക്കനാ? ചിക്കനാ. വേറൊരാള് വ്ലോഗ് ഇടുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ. മാത്രമല്ല DNA വ്ലോഗ്സ് ആണ് കേട്ടോ ഇവരുടെ ചാനലിന്റെ പേര്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അവരെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾക്ക് എടുക്കാൻ പോവാണ്. ഞാനിവിടെയാണ് എടുക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ താഴെ മാത്രം. ഞങ്ങൾ അതിഥികളാണ്. അതിഥികളെ മേലെ കയറ്റി കിട്ടണം പറയാം. അപ്പൊ ഇവിടെ ഇത്രയും കുറെ പേരുള്ളതുകൊണ്ട്, അപ്പൊ ഇത്രയും പേരുള്ളതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താണ് കിടക്കുന്നത്. നാളെ കാണാം.